മുൻ മാനേജർ നൽകിയ പരാതിയിൽ നടൻ ഉണ്ണി മുകുന്ദനെതിരെ കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തു. തന്നെ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചെന്ന് കാണിച്ച് ചങ്ങനാശ്ശേരി സ്വദേശിയായ വിപിൻ കുമാർ എന്നയാൾ നൽകിയ പരാതിയിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വിപിനെ ഉണ്ണി മുകുന്ദൻ കരണത്ത് അടിച്ചെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും എഫ്ഐആറിൽ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് വിപിൻ ഉണ്ണി മുകുന്ദനെതിരെ പോലീസിനെ സമീപിച്ചത്. മാർക്കോ എന്ന വിജയം നേടിയ ചിത്രത്തിന് ശേഷം ഉണ്ണി മുകുന്ദൻ നായകനായി വന്ന ഗെറ്റ് സെറ്റ് ബേബി വലിയ പരാജയമായി മാറിയിരുന്നു. അന്നു മുതൽ ഉണ്ണി മാനസികമായി വലിയ നിരാശയിലാണെന്നും വിപിൻ പരാതിയിൽ പറയുന്നു. ആ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരുമായി ഉണ്ണി മുകുന്ദൻ അസ്വാരസ്യത്തിലുമാണ്. കൂടാതെ ഉണ്ണി മുകുന്ദൻ സംവിധാനം ചെയ്യാനിരുന്ന ഒരു ചിത്രത്തിൽ നിന്ന് നിർമ്മാതാക്കളായ ശ്രീ ഗോകുലം മൂവീസ് പിന്മാറുകയും ചെയ്തു. അതും ഉണ്ണി മുകുന്ദന് വലിയ ഷോക്കായെന്ന് പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. ഒരു പ്രമുഖ നടൻ അനൗൺസ് ചെയ്ത ചിത്രത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി പകരം തന്നെ വെച്ച് ചെയ്യണമെന്ന് ഉണ്ണി ആവശ്യപ്പെട്ടിരുന്നു. ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവിനോട് ഇക്കാര്യം സംസാരിക്കാൻ ഉണ്ണി ഏൽപ്പിച്ചത് തന്നെയാണെന്നും വിപിൻ പരാതിയിൽ പറയുന്നു. കൂടാതെ കഴിഞ്ഞയാഴ്ച റിലീസായ നരിവേട്ട എന്ന ചിത്രത്തെ അഭിനന്ദിച്ചുകൊണ്ട് താൻ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് കാരണം ഉണ്ണി മുകുന്ദന് തന്നോട് വിദ്വേഷമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് മാനേജർ പദവി ഒഴിയാൻ അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം അങ്ങനെ ചെയ്തെന്നും വിപിൻ പറയുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം ഉണ്ണി മുകുന്ദൻ ഫോണിൽ വിളിക്കുകയും നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാവിലെ താൻ താമസിക്കുന്ന കാക്കനാട്ടെ ഫ്ലാറ്റിൽ അപായപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെ ഉണ്ണി മുകുന്ദൻ വന്നു. 1-ാം നിലയിലെ ആളൊഴിഞ്ഞ കാർ പാർക്കിംഗ് സ്ഥലത്തേക്ക് തന്നെ വിളിച്ചു വരുത്തി അവിടെ വെച്ച് മർദ്ദിച്ചു. തന്നെ വില കൂടിയ കൂളിംഗ് ഗ്ലാസ് നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു. ആ ഗ്ലാസ് തന്നത് ഉണ്ണി മുകുന്ദൻ ശത്രുത പുലർത്തുന്ന മറ്റൊരു താരമാണ്. അത് ഉണ്ണിക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അത് എറിഞ്ഞ് പൊട്ടിച്ചത്. തൻ്റെ താടിയിലാണ് ആദ്യം അയാൾ മർദ്ദിച്ചത്. കൈകൾ ചേർത്ത് പിടിച്ച് മർദ്ദിക്കാൻ ശ്രമിച്ചപ്പോൾ കുതറി ഓടുകയായിരുന്നു. പക്ഷേ ഉണ്ണി മുകുന്ദൻ പുറകെ ഓടിയെത്തി വീണ്ടും മർദ്ദിക്കാൻ ശ്രമിച്ചു. അതുവഴി വന്ന ഫ്ലാറ്റിലെ മറ്റൊരു താമസക്കാരനാണ് പിടിച്ചു മാറ്റിയത്. ഇനി കൺമുന്നിൽ കണ്ടാൽ തന്നെ കൊന്നുകളയുമെന്ന് ഉണ്ണി മുകുന്ദൻ ഭീഷണിപ്പെടുത്തിയെന്നും വിപിൻ പറയുന്നു. തൻ്റെ ജീവനും സ്വത്തിനും പോലീസ് സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്തിരിക്കുന്നത്. 6 വർഷമായി ഇദ്ദേഹം ഉണ്ണിയുടെ മാനേജരാണ്. 18 വർഷമായി സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുമാണ്. 500ഓളം സിനിമകൾക്ക് വേണ്ടി ജോലി ചെയ്തിട്ടുണ്ട്. ഉണ്ണി മുകുന്ദനെതിരെ സിനിമാ സംഘടനകളായ ഫെഫ്കയ്ക്കും അമ്മയ്ക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും വിപിൻ പറയുന്നു. താരപദവി കൂടുന്തോറും മുൻകോപവും എടുത്തുചാട്ടവും കൂടി വരുന്ന ഒരാളാണ് ഉണ്ണി മുകുന്ദൻ. മുമ്പ് സിനിമാ നിരൂപണം നടത്തുന്നവരെ തെറിവിളിച്ച് നാണം കെട്ട ആളുമാണ് ഇദ്ദേഹം. സുരേഷ് ഗോപിയെ പോലെ താൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ നിന്നും ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടുള്ള ഒരു നടൻ തന്നെയാണ് ഇദ്ദേഹവും. മാളികപ്പുറം സിനിമ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ദൈവിക പരിവേഷമാണ് ചില ആരാധകർ ചാർത്തി കൊടുത്തത്. ഉണ്ണി മുകുന്ദനും അത് ഏറ്റെടുത്ത് നിരൂപണം നടത്തുന്നവരുടെ മേൽ കുതിര കയറിയിരുന്നു. അവസാനം അവരുടെ വായിലിരിക്കുന്ന തെറിയെല്ലാം വിവിധ ഭാഷകളിലായി കേൾക്കേണ്ടിയും വന്നു. സിനിമയിൽ വിജയവും പരാജയവും സ്വാഭാവികമാണ്. മാർക്കോ വിജയിച്ചെങ്കിൽ ഗെറ്റ് സെറ്റ് ബേബി പരാജയമായി. അതിൻ്റെ ഫ്രസ്ട്രേഷൻ മറ്റുള്ളവരുടെ മേൽ തീർക്കാതെ സംയമനം പാലിക്കുക എന്നതാണ് ഒരു നടൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ജയറാമോ ദിലീപോ ധ്യാൻ ശ്രീനിവാസനോ ഒക്കെ ഇപ്പോൾ നിരവധി കേസുകളിൽ പ്രതിയായിരുന്നേനെ.